നമസ്കാരം. മാത്യു കുഴൽനാടൻ MLA ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഒരു ശബ്ദ സന്ദേശം അല്ലെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ട് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം പിണറായി വിജയൻ സർക്കാരിൻ്റെ മേൽ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം 2018 കേരളത്തെ നടുക്കിയ പ്രളയത്തിൻ്റെ ഉത്തരവാദികൾ, അതായത് പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂരിയും വിദഗ്ധ സമിതികളുമെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു. ശരിയാണ്, തീവ്രമായിട്ടുള്ള മഴ, ഒരു 200 വർഷങ്ങൾക്ക് ഇടയിൽ കേരളം കണ്ടിട്ടില്ലാത്തത്ര കനത്ത മഴ അതിന് ഒരു പ്രധാന കാരണമായിരുന്നു. അതിൻ്റെ ഒരു കാഞ്ചിവലിക്കൽ ആ മഴയിൽ നിന്നാണ് തുടങ്ങിയതെങ്കിൽ പോലും അണക്കെട്ടുകളുടെ ഷട്ടറുകൾ കൈകാര്യം ചെയ്യുന്ന അണക്കെട്ടുകൾ യഥാസമയം തുറന്നു വിടുന്നതിലുണ്ടായ പരാജയം, ഇതെല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മനുഷ്യനിർമ്മിതമാണ് ഈ ദുരന്തം എന്നുള്ള കാര്യവും വിദഗ്ധ സമിതികളും അമിക്കസ് ക്യൂരിയും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് കെ കൃഷ്ണൻകുട്ടി പറയുന്ന മാത്യു ടി തോമസ് എന്ന മന്ത്രിയുടെ താല്പര്യപ്രകാരം ഏതാണ്ട് 1 മാസത്തോളം തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടർ തുറക്കുന്നതിൽ നിന്ന് വിമുഖത കാണിച്ചിരുന്നു ഇടതുപക്ഷ സർക്കാർ എന്നാണ്. അതും മേരി മാതാ കൺസ്ട്രക്ഷൻസ് എന്നുള്ളൊരു കമ്പനിക്ക് കരിമണൽ ഖനനം നടത്തുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയാണ്. 300 കോടി രൂപയുടെ അഴിമതി ഇത് സംബന്ധിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ MLA ആരോപിക്കുന്നത്. ഈ മാത്യു ടി തോമസും കെ കൃഷ്ണൻകുട്ടിയും ഒന്നും വിഷയമേ അല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. മാത്യു കുഴൽനാടൻ പോലും അത് പറഞ്ഞിട്ടില്ല. പക്ഷേ പിണറായി വിജയൻ സർക്കാരിന് നേരെയാണ് ആരോപണത്തിൻ്റെ ചൂണ്ടുവിരൽ നീളുന്നത്. ഈ മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ ഇന്നലെ തന്നെ അവതരിപ്പിച്ചിരുന്നു. ആരോപണങ്ങളുടെ പോയിൻ്റ് ബൈ പോയിൻ്റ് ചർച്ചയല്ല ഉദ്ദേശിക്കുന്നത്. ഈ ആരോപണങ്ങളുടെ പിന്നിൽ ആരാണ് എന്നുള്ളതാണ്. അതായത് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിലല്ല, ആരോപണങ്ങളുടെ വിരൽ ആത്യന്തികമായി ചെന്ന് നിൽക്കുന്നത് ആരിലേക്കാണ്? പിണറായി വിജയനിൽ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, സർവാധിപതിയായി 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത്രയൊന്നും സർവാധിപത്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്ന് പലരും പറയാറുണ്ട്. ഉണ്ടായിരുന്നു. ഏകാധിപതിയായി വാഴുന്ന പിണറായി വിജയൻ്റെ കീഴിലുള്ള മന്ത്രിമാരിൽ ആരെങ്കിലും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ളൊരു നടപടി ഇത് നടന്നിട്ടുണ്ടെങ്കിൽ, ഈ അഴിമതി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, ഇപ്പോഴും മാത്യു കുഴൽനാടൻ്റെ ആരോപണമായി അത് നിലനിൽക്കുകയാണ്, സ്ഥിരീകരിക്കപ്പെടാത്ത ഈ അഴിമതി ആരോപണം സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്രൂരത, അഴിമതി ആരോപണം പോലുമല്ല, ഈ ഒരു ക്രൂരത സത്യമാണെങ്കിൽ, അത്തരത്തിലുള്ളൊരു ക്രൂരതയ്ക്ക് പിണറായി വിജയൻ്റെ അറിവോ സമ്മതമോ കൂടാതെ മുതിരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ആ വാസ്തവം നിലനിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇത്തരത്തിലുള്ളൊരു ഗുരുതരമായ ആരോപണം മാത്യു കുഴൽനാടൻ ഉന്നയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് രേവന്ത് റെഡ്ഡി 2-3 ദിവസം മുമ്പ് മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് തെലുങ്കും മലയാളവും കലർന്നതിൽ പോമുന്നെ വിജയ എന്ന് പറഞ്ഞതിന് ഉത്തരമായി ഇന്നലെ വന്നിട്ട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്നുള്ളൊരു ശ്രദ്ധ തിരിക്കൽ ഉഡായിപ്പുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമൂഹത്തിന് മുൻപിലെത്തിയത്. പക്ഷേ അങ്ങനെ ശ്രദ്ധ തിരിയുവാൻ പാടുള്ള, അല്ലെങ്കിൽ ശ്രദ്ധയിൽ നിന്ന് തെന്നിപ്പോകേണ്ട ഒരു ആരോപണമല്ല മാത്യു കുഴൽനാടൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അത് ഒരു കാര്യം ഉറപ്പായും ഞാൻ പറയാം, ഇത്തരത്തിലുള്ളൊരു അഴിമതി, ഇത്തരത്തിലുള്ളൊരു ക്രൂരത കേരളത്തെ ഒന്നാകെ ഒരു മഹാദുരന്തത്തിലേക്ക് തള്ളിവിട്ട് 400 ജീവനുകൾ നഷ്ടമാക്കിയ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിട്ട ക്രൂരത അത്ര പെട്ടെന്ന് കണ്ണടച്ച് തള്ളിക്കളയേണ്ട, അല്ലെങ്കിൽ അതിൽ നിന്ന് അത്ര പെട്ടെന്ന് ശ്രദ്ധ തിരിക്കേണ്ട ഒന്നല്ല ഇത്. ഇനി ഈ ആരോപണങ്ങളിൽ സത്യം ഇല്ലെങ്കിൽ, ആരോപണങ്ങൾ കള്ളമാണെങ്കിൽ, കൃഷ്ണൻകുട്ടിയൊക്കെ പറയുന്നത് പോലെ ആ ശബ്ദ സന്ദേശം അല്ലെങ്കിൽ ആ വോയിസ് ക്ലിപ്പ് AI നിർമ്മിതമാണെങ്കിൽ മാത്യു കുഴൽനാടനെ പിടിച്ച് ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത രീതിയിൽ അകത്തിടണം. കാരണം അത്രയും ക്രൂരമായൊരു ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ സത്യാവസ്ഥയുണ്ടെങ്കിൽ ഇത് ഏതാണ്ടൊരു ഭീകരവാദമായി തന്നെ കണക്കാക്കാവുന്ന ഒരു ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആത്യന്തികമായ ഉത്തരവാദി ശ്രീ പിണറായി വിജയനും അദ്ദേഹം നയിക്കുന്ന സർക്കാരും തന്നെയാണ്. അതിൻ്റെ തന്നെ പരമാധികാരിയായി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പരമോന്നത നേതാവായി വാഴുന്ന പിണറായി വിജയൻ മാത്രമാണ് അതിന് ഉത്തരവാദി എന്ന് വേണമെങ്കിലും പറയാം. MM മണി തുടങ്ങി കെ കൃഷ്ണൻകുട്ടി ആയാലും മാത്യു ടി തോമസ് ആയാലും, ഇനി അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുണ്ടെങ്കിൽ ഗുണഭോക്താവാണെന്ന് ആരോപിക്കപ്പെടുന്ന കരിമണൽ കർത്തയാണെങ്കിലും ഇവരെല്ലാം തന്നെ പിണറായി വിജയന് താഴെ ഉത്തരവാദിത്വത്തിൻ്റെ കാര്യത്തിൽ വരികയുള്ളൂ. കാരണം
കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷങ്ങളായി കേരളത്തിൽ ഭരിച്ച് മുടിച്ച് ജനങ്ങളെ വെറുപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ സംബന്ധിച്ച് തീരുമാനത്തിൻ്റെ തുടക്കവും അന്ത്യവും പിണറായി വിജയനിൽ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മരുമകനായ റിയാസിനൊഴികെ മറ്റൊരാൾക്ക് പോലും തന്നിഷ്ടപ്രകാരം ഈ മന്ത്രിസഭയുടെ കീഴിൽ ഒരു തീരുമാനവും എടുക്കുവാൻ സാധ്യമല്ല. അക്കാര്യം ഉറപ്പിച്ച് തന്നെ പറഞ്ഞോളൂ, മനസ്സിൽ ഉറപ്പിച്ചോളൂ, വിശ്വസിച്ചോളൂ. അതിലൊരു തർക്കവും വേണ്ട. അതുതന്നെ കാലാകാലങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാരണം അദ്ദേഹത്തെ തിരുത്തുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോഴ്സ് കറക്ഷൻ എന്ന് പറയും, ഒരു ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴി തെറ്റാണ്, നമുക്കൊന്ന് വഴിമാറ്റി പിടിച്ചു നോക്കാമെന്ന് അദ്ദേഹത്തോടൊന്ന് ഉപദേശിക്കുവാനോ പോലും ചങ്കൂറ്റമുള്ള ഒരാളും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലോ പാർട്ടിയിലോ ഇന്ന് നിലവിലില്ല. ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രസക്തിയില്ല. എം.എ. ബേബി ഇപ്പോൾ ദേശീയ സെക്രട്ടറി ആണെന്നാണ് വെപ്പ്. എം.എ. ബേബി ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിജയനെ തിരുത്തുമെന്നോ അല്ലെങ്കിൽ വിജയനോടൊരെതിരെ അഭിപ്രായം പറയുമെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നടക്കില്ല. അപ്പോൾ മറ്റ് മന്ത്രിമാരുടെ കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ഒക്കെ ആരാണ് എന്ന് ഒരു നിമിഷം ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ് ജനങ്ങൾക്കുള്ളത്. അത്തരത്തിലുള്ള അപ്രസക്തരായിട്ടുള്ള 2 മന്ത്രിമാരോ അല്ലെങ്കിൽ MLA മാരോ ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, വീണ്ടും പറയുന്നു എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ആരോപണങ്ങൾ, ഇനി തെളിയിക്കപ്പെടേണ്ടതുണ്ട് അതിൽ നിരവധി കാര്യങ്ങൾ. അത്തരത്തിലുള്ളൊരു ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുവാൻ മുതിരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ഈ കുറ്റകൃത്യം ഭീകരവാദം എന്ന് തന്നെ പറയാവുന്ന ഈ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു ഉത്തരവാദി കേരളത്തിലെ 400 ജീവനുകൾ നഷ്ടമാക്കിയ, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംസ്ഥാനത്തുണ്ടാക്കിയ, മനുഷ്യനിർമ്മിതമെന്ന് നേരത്തെ തന്നെ കോടതിയും വിദഗ്ധ സമിതികളും പറഞ്ഞ ഈ ദുരന്തത്തിൻ്റെ ഏക ഉത്തരവാദി ശ്രീ പിണറായി വിജയൻ മാത്രമാണ്. എന്താണ് ഇതിൻ്റെ അന്വേഷണ ഫലമെന്നുള്ളത് കൃത്യമായി പുറത്തു വരുമോ എന്നുള്ളത് സംബന്ധിച്ചും അറിയില്ല. പക്ഷേ ഇതിൻ്റെ പിന്നാലെ തന്നെ തത്വമയി ന്യൂസ് ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ വിജയനോട് പറയേണ്ട ഒരേ ഒരു കാര്യം, ഡാഷ് മോനെ കൊണ്ട് വഴിതിരിക്കുവാൻ ശ്രമിക്കേണ്ട. ഇതിന് മറുപടി കൃത്യമായി പറഞ്ഞിട്ട് വേണം നാളെ പോളിംഗ് ബൂത്തിൽ ഞങ്ങളോട് വോട്ടപേക്ഷിച്ച് ഞങ്ങളുടെ മുമ്പിൽ ചിരിച്ചു വന്ന് നിൽക്കുവാൻ എന്ന് വേണം ശ്രീ പിണറായി വിജയനോട് കേരള സമൂഹം പറയേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റുകളിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ എല്ലാ വീഡിയോകളിലും ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു, നാളെയാണ് തിരഞ്ഞെടുപ്പ്. പോളിംഗ് ബൂത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുക. വോട്ട് നിങ്ങളുടെ അവകാശമാണ്, അത് ചെയ്യാതിരിക്കരുത്. ഏത് മുന്നണിക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അത് കൃത്യമായിട്ടുള്ള കാര്യക്ഷമതയോടുകൂടിയുള്ള ഒരു മുന്നണിക്ക് ചെയ്യുക. സാമാന്യബോധത്തോടുകൂടി നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. പക്ഷേ വിനിയോഗിക്കാതിരിക്കരുത്. വോട്ട് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.